Hi friends, Assalamualaikum. Welcome back to Thaslees kitchen. ഇന്ന് ഞാനൊരു അടിപൊളി ഫിഷ് മോളിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി ഫിഷ് മോളിയാണ്. ഷെഫ് ഇള്ളിയുടെ ഫിഷ് മോളിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വൈറ്റ് കൂപ്പർ വെച്ചിട്ടാണ് ഫിഷ് മോളി തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരയൊക്കെ വരഞ്ഞ് വെച്ചിട്ട് നമുക്കിതെങ്ങനെ മാഗ്നേഷൻ ചെയ്യുന്നത് നോക്കാം. മാഗ്നേഷന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു പിഞ്ച് പെപ്പർ, പിന്നെ വേണ്ടത് ലെമണാണ്. ഒരു ലെമണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സോൾട്ട്. ഇതായി വേണ്ടത് ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്ത ജിഞ്ചറും ചില്ലി, ഗ്രീൻ ചില്ലിയാണ്, ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും. നമ്മൾ കുക്ക് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ഫിഷ് ഒന്ന് മാഗ്നേഷൻ ചെയ്തെടുക്കാം. മാഗ്നേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച പൗഡറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ലെമണ് നന്നായി ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഇതിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുള്ള സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫിഷിലേക്കൊന്ന് മാഗ്നേഷൻ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ഫിഷിലേക്ക് നമുക്ക് മാഗ്നേഷൻ ചെയ്ത് കൊടുക്കാം. ഇതിലെല്ലാ വശത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇതിലേക്ക് നമ്മൾ മാഗ്നേഷൻ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടുത്ത വശം കൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫിഷ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കട്ടിയുള്ള.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കട്ട് ചെയ്ത ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായി കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ഫിഷ് മോളിയാണിത്. ഇനി ഇതൊരല്പം കുറുകിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ്. നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ മുകളിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബൈ ഫ്രണ്ട്സ്.